കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ? മാമിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബില. ഇത് നമുക്ക് നല്ലൊരു ഉള്ളിത്തീയലിന്റെ റെസിപ്പി കാണാം. തീയലിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളായിട്ട് എടുത്തിട്ടുള്ളത് ഒരു മുറി തേങ്ങ ചിരവി എടുക്കണം. അതുപോലെ തന്നെ പൊടികളായിട്ട് ഒരു 2 സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 പച്ചമുളക് നീളത്തിൽ കീറിയെടുത്തതും, ആവശ്യത്തിന് കറിവേപ്പിലയും കുറച്ചുപ്പും. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം, പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. തീയലിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ഒരു മുറി തേങ്ങ പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു 3 ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി, മുഴുവൻ കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂണിലും താഴെ ഒരു 2 മണി ഉലുവയും കൂടെ ചേർത്തിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്ക. തേങ്ങ ഒന്ന് മൂത്ത് വരാൻ ആവശ്യത്തിന് ഒരു സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വറുത്തെടുക്കാം. തേങ്ങ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളകും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികളും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് മൺചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാവുമ്പോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്ക. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്ക. ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി നമ്മൾ മുറിച്ചെടുത്തിട്ടൊന്നുമില്ല, കുറച്ച് ചെറിയ ഉള്ളി ആയതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. വലിയ ഉള്ളി ആണെങ്കിൽ ഒരു ഉള്ളി 2ആയിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതി. ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്ക. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലി കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്ക. 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി വഴഞ്ഞു വരുമ്പോ ഇതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം കൂടെ ചേർത്ത് കൊടുക്ക. കുറച്ച് പച്ചവെള്ളം കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്ക. ഈ പുളിവെള്ളത്തിൽ കിടന്ന ഉള്ളി ഒരു 5 മിനിറ്റോളം ഒന്ന് വെന്ത് വരണം. പുളിവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് ഉള്ളി ഒന്ന് വേവാനായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഈ സമയത്ത് നമുക്ക് തേങ്ങ അരച്ച് വെച്ച അരപ്പില്ല, അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴായിട്ട് ഈ തേങ്ങയിലിട്ട മുളക് പൊടി, മല്ലിപ്പൊടിന്റെ ഒക്കെ ഇതൊന്നും ഉള്ളിയിൽ പിടിച്ച് വരുള്ളൂ. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ചേർത്ത് കറി നന്നായിട്ട് തിളച്ച് ഒരു കുറുകിയ ഒരു പരുവായിട്ടുണ്ട്. ഇങ്ങനെ വേണ്ടിട്ട് നമുക്ക് തീയൽ കിട്ടാനായിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയായിട്ട് ഉള്ളി തീയൽ എന്ന് പറയുന്നത്. തീയൽ നമ്മൾ ഇന്ന് വെച്ച് കൂട്ടുമ്പോഴല്ല അതിന്റെ ടേസ്റ്റ്, നാളെ കൂട്ടുമ്പോഴാട്ടോ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.